ഹലോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീറ്റത്. ഇന്നലെ നമ്മൾ സിനിമയ്ക്കൊക്കെ പോയിട്ട് ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്. ഉറങ്ങാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. പിന്നെ ഇന്ന് ഡാൻസ് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടിഫിൻ ഒന്ന് പുറത്തുനിന്ന് മേടിച്ചിട്ടോ. ഇന്ന് രാവിലെ ടിഫിനൊക്കെ ഇത്രയും ലേറ്റായിട്ട് ഉണ്ടാക്കി വരുമ്പോഴേക്കും 10 മണി 11 മണിയാവും. പിന്നെ നമുക്ക് ലഞ്ച് വയ്ക്കാനുള്ള സമയം കിട്ടില്ല. ഞാൻ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ലോ ആണ് കേട്ടോ. ഭയങ്കര സ്ലോ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ടൈം വേണ പോലെ തോന്നിയിട്ടുണ്ട് കുക്കിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ നേരെ നമ്മൾ ലഞ്ചിലോട്ടാണ് കേട്ടോ കിടക്കുന്നത്. എന്നത്തെയും പോലെ സൺഡേ ആയതുകൊണ്ട് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ രസം എന്തായാലും വയ്ക്കണം. ഇത് രണ്ടും കമ്പൽസറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം ചിക്കനൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എന്നും ചിക്കൻ വയ്ക്കുമ്പോഴും ഞാൻ വിചാരിക്കണം എങ്ങനെയാണ് ഇന്ന് ചിക്കൻ വയ്ക്കാമെന്ന്. എപ്പോഴും ഒരേ രീതിയിലൊക്കെ തന്നെയല്ലേ വയ്ക്കണത്. ലാസ്റ്റ് എങ്ങനെയൊക്കെ ചിന്തിച്ച് യൂട്യൂബൊക്കെ നോക്കി ലാസ്റ്റ് എപ്പോഴും വയ്ക്കണ പോലെ സാധാരണ പോലെയാട്ടോ വയ്ക്കാറ്. ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ വയ്ക്കണത്. പിന്നെ കുറച്ച് പൊട്ടറ്റോ ഒക്കെ അതിൽ കട്ട് ചെയ്തിട്ടു. അത്രയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് കിച്ചണിലെ പരിപാടിയൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങാം, ഇതായിരിക്കട്ടെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. പക്ഷേ എത്ര ശ്രമിച്ചാലും അതിന് പറ്റില്ല കേട്ടോ. എങ്ങനെ പോയാലും 1 മണി 1:30 2 മണി. ഇപ്പോൾ ക്ലാസ്സില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ 2 മണി 2:30 വരെയും കിച്ചണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലൊക്കെ തന്നെയായിരിക്കും കേട്ടോ. എങ്ങനെയാണ് എനിക്ക് ഇത്രയും സമയം, എന്തിനാണ് എന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ആലോചിക്കും, ഇത്രയും ടൈം എടുത്തിട്ട് ഞാൻ എന്താപ്പോൾ ഇത്ര നേരം ചെയ്തെന്ന്. ഭയങ്കര സ്ലോ ആണ് കേട്ടോ ഞാൻ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ. എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ അത് 10 വട്ടം ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഭയങ്കര സ്ലോ ആയി അത് കുക്കാവണ വരെ ഞാൻ അവിടെ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യട്ടോ. എന്തിനാണെന്നറിയില്ല, എന്നാലും ഞാൻ അങ്ങനെയാണ്. പിന്നെ ഞാനിങ്ങനെ കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ കിച്ചണിൽ നിൽക്കുമ്പോൾ ആരുടെയിലൊക്കെ ഇങ്ങനെ സംസാരിക്കാനൊക്കെ കിട്ടണം, ഇല്ലെങ്കിൽ ഭയങ്കര മടുപ്പാണ്. പിന്നെ ഇപ്പോൾ വീട്ടിൽ തൽക്കാലം ഉള്ളത് അപ്പു മാത്രമാണ്. പിന്നെ പിള്ളേരും ഉള്ളൂ. അച്ഛനും അമ്മയും ചേട്ടനൊന്നും ഇല്ല. എല്ലാവരും ഓരോ ട്രിപ്പ് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ പൊങ്കലിന് ഞങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ അപ്പൂനെ പിന്നെ പൊങ്കലാണെന്ന് പറഞ്ഞിട്ടും അവന് ലീവൊന്നുമില്ല, വർക്കുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കിച്ചണിൽ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഇന്നത്തെ സ്പെഷ്യലി, വിശന്നിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കയറി വരും കേട്ടോ. അപ്പോൾ അവൻ അവൻ്റേതായ ഐഡിയാസൊക്കെ തന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അവൻ തന്നെ ചെയ്യും, അവനും കഴിക്കും, ഞങ്ങളും കഴിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ വെക്കേഷനിൽ ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ രസം വയ്ക്കാൻ നോക്കുകയാണ്. പിന്നെ രസം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം എന്തായാലും ചിക്കൻ ഫ്രൈ വേണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചിക്കനും ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഫിഷ് ഇരുന്നായിരുന്നു. പിന്നെ മീൻ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആരും കഴിക്കില്ല. ഞാനും അപ്പം മാത്രമേ കഴിക്കുള്ളൂ. കുട്ടികൾ ഭയങ്കര പുറകോട്ടാണ് മീൻ കഴിക്കണേൽ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചിക്കൻ ഫ്രൈയും ഞങ്ങൾക്ക് ഫിഷ് ഫ്രൈ ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്ര കേട്ടോ, ഭയങ്കര കുറച്ച് റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ വയ്ക്കുന്നുള്ളെങ്കിൽ കൂടി ഒരു ദിവസത്തിൻ്റെ പകുതി മുക്കാൽ സമയം ഞാൻ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഞമ്മ അടിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ കിച്ചണിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് കിച്ചൺ ക്ലോസ് ചെയ്തിട്ടോ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങി. നാളെ പൊങ്കൽ സെലിബ്രേഷൻ ആണല്ലോ. അപ്പോൾ അതിനെ മാച്ചായിട്ട് 1-2 വള വാങ്ങുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ട് വിചാരിക്കണു, പക്ഷെ മറന്നു പോവാണ്. അപ്പോൾ ഇന്ന് ഇവിടെ തൊട്ടടുത്തുള്ളൊരു കടയാണ് കേട്ടോ. കുറേ ദൂരത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ കുറച്ച് സെലക്ഷൻ ഉള്ളൂ. എന്നാലും അതിൽ നിന്ന് നമുക്ക് ചുണ്ടൂനിയാണ് കേട്ടോ വള എടുക്കേണ്ടത്. പട്ടൂന് ഇഷ്ടം പോലെ വളയുണ്ട്. പിന്നെ ഈ വളയൊന്നും ഇവർക്ക് അങ്ങനെ ഇട്ട് നടക്കാനൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. വാങ്ങുമ്പോൾ അന്നത്തെ ഒരു ദിവസം മാത്രമേ ഇടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ കെടുക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വാങ്ങി വെച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഈ വള ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ചോദിച്ചിട്ട് ആ ചേട്ടൻ തന്നില്ല, എല്ലാം സെറ്റായിട്ട് എടുക്കണമെന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുകയാണ് കേട്ടോ, ഇത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ ഇതിൽ കാണുന്ന ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടല്ലോ, ഒരു പീച്ച് ഷെയ്ഡ്, അത് ഞാൻ പട്ടുവിന് എടുത്തായിരുന്നു. പട്ടുവിൻ്റെ നാളത്തെ ഡ്രസ്സിൻ്റെ കളറായിരുന്നു. പിന്നെ ചുണ്ടുവിനെ ഒരു സെറ്റ് വള വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് 1-2-3 സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നേരെ വീട്ടിലോട്ട് വിട്ടും. അവിടെ ഡ്രസ്സൊന്ന് ഓൾട്ടർ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി വാങ്ങിയിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷങ്ങളൊക്കെ. ഇനി നമുക്ക് നാളെ പൊങ്കൽ സെലിബ്രേഷനാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ നമുക്ക് കാണാം.